അപ്പൊ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരേ സമയം പറയാൻ പറ്റൂല എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാഹു തആല അപ്പൊ മൂസാ നബിയോട് പറയുന്നു. അതെ അതെ, ഞാൻ പോലെ ഉദാഹരണം നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു. അത് നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ദൂരെ നിന്ന് റസൂലുള്ളാഹി തങ്ങളോട് സംഭാഷണം നടത്തിയതിനുള്ള ഉദാഹരണം ചോദിച്ചപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഖുർആനിൽ വ്യക്തമായിട്ട് നബിനോട് പറയാൻ വേണ്ടി അല്ലാഹു പറയുന്നുണ്ട്, ഞാൻ അദൃശ്യ കാര്യങ്ങൾ അറിയൂല, ഞാനൊരു മലക്കല്ല. അപ്പൊ ഇതിനെതിരാണ് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ ഞാൻ അദൃശ്യകാര്യം പറയും തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടംപോലെ തെളിവുണ്ട്. അങ്ങനെയൊന്നുമല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല. ഞാൻ അദൃശ്യകാര്യങ്ങൾ പറയുന്നത് ഞാൻ സൂചിപ്പിച്ച ആ സംഭവം അതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ആ സൂചിപ്പിച്ച സംഭവത്തെ പറ്റി അതന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ അതല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വേറെ വിഷയം പറഞ്ഞില്ല. ഞാൻ പറയാം, അതന്നെ പറഞ്ഞത്. നിങ്ങൾ എല്ലാ പ്രസംഗത്തിലും ഇബ്നു തൈമിയ്യ ഞാൻ പറയാം തൈമിയ്യൊക്കെ കടക്കാൻ പറ്റേ. ഞാൻ ആ പറഞ്ഞ സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? ഞാൻ അതന്നെ പറഞ്ഞു വരുന്നത്. അതല്ല നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെങ്ങനെ ഞാൻ പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. പറയാൻ വിടണ്ടേ? എന്നാ പറഞ്ഞു തരട്ടെ. നിങ്ങൾ എല്ലാ പ്രസംഗത്തിലും പറയാണ് ഇബ്നു തൈമിയ്യാണ് പിന്നെ ഇസ്ലാം ഇത് കൊണ്ടുവന്നത്, അവരെ ഇതിന്റെ നേതാവ് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാ പ്രസംഗത്തിലും പറയുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഹാസക്ക് അതോ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇവര് മുജാഹിദായി? എന്തുകൊണ്ടെങ്കിലും മുജാഹിദ് എന്ന് പറയുന്നത് ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ വാദത്തിന് വേണ്ടി പലതും കൊണ്ടുവരും. നിങ്ങൾ ഒരു ഭാഗത്ത് ഒരേ മുജാഹിദിന്റെ നേതാവാണ്, മറ്റു ഭാഗത്ത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വാദത്തിനെല്ലാം ഇയാളെ തെളിവും പറയാം. എങ്ങനെ മുജാഹിദ് നേതാവെന്ന് അതെങ്ങനെ മുജാഹിദ എന്ന് പറഞ്ഞാല് അതിൽ തന്നെ ആ ബുക്കിൽ തന്നെ മറുപടി ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളികളൊക്കെ ഉണ്ട്, തലക്ക് ലെവലില്ല. ഒരിക്കൽ പറഞ്ഞല്ല പിന്നെ പറയാം. അത് മുജാഹിദിന്റെ പ്രത്യേകതയാണ്. 1950 മുമ്പിൽ മുജാഹിദ് കുട്ടിനോട് കുനൂത്ത് എന്താന്ന് വെച്ചാൽ സുന്നത്ത് അറിയണം. ഇപ്പൊ എന്താ കറാഹത്ത് അല്ലെങ്കിൽ ബിദഅത്ത്. 1950 മുമ്പ് ജിന്ന് എന്താന്ന് വെച്ചാൽ ഇല്ല, ഇപ്പോഴോ ഉണ്ട്. അതിലും കൗല് പലതും. 1950 മുമ്പ് തറാവി എത്ര എന്ന് വെച്ചാൽ 20. ഇപ്പൊ എത്ര? 8 വട്ടപൂജ്യം എരപ്പന്റെ പോലെ. 1950 മുമ്പ് ഇവിടെ കുനൂത്തോതൽ സുന്നത്തായിരുന്നുവെങ്കിൽ പിന്നെ അത് മാറി ഓരോന്നോരോ അപ്പളല്ലേ വലവുക്കാന മീൻ എന്ത് കയ്യിലില്ല അള്ള അംഗീകരിക്കാത്ത ആദർശമാണോ വജുദൂഫി ഇഖ്തിലാഫൻ കസീറ മാറിക്കൊണ്ടിരിക്കണം, അപ്പളേ മുജാഹിദാകുള്ളൂ. അപ്പൊ ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കണം. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. നിങ്ങൾക്കറിയോ, KM മൗലവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാരിയ സംഭവം സഹീഹാണ്. 1950 ശേഷം അത് ലഈഫാണ്, വാറോലയാണ്. എന്തെങ്ങനെ പറയാൻ കാരണം? മുജാഹിദായി. 50 മുമ്പ് മാസം കണക്കൂട്ടി വെക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ 8 3 15 കൂട്ടണം. കണ്ടാലോ അത് വേപ്പിക്കാർ പൈൻ്റടിച്ചതാണ്. കൂട്ടൂലാൻ കണക്കോട്ടിപ്പിച്ചണം. ഇങ്ങനല്ലേ ഓരോന്നോരോന്ന് മാറ്റം. എങ്ങോട്ടാണ് പെടുക? ഇങ്ങോട്ട് വലാ മജ്ലിസൻ ഇല്ലാ പടൽത്താന്ന് പറഞ്ഞ മാതിരിക്കപ്പം മുജാഹിദിന്റെ കലണ്ടറുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഓരോന്നും മാറില്ലെങ്കിൽ അത് മുജാഹിദിന്റെ ആശയം അങ്ങനെയാണ്. ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അള്ള പൊരുത്തപ്പെടാത്ത ആശയ. സുഹൃത്തെ, നിഷ്പക്ഷമായി വിലയിരുത്തുക. 1948 കുനൂത്ത് സുന്നത്തായിരുന്നു, ഇപ്പൊ ബിദഅത്തായി. അതിന് മുമ്പ് തറാവി 20 ഇപ്പൊ 8 ഇങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇതാണ് മുജാഹിദ്, ഇതാണ് ഇബ്നു തൈമിയ്യ, ഇതാണ് ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾ ചോദിച്ചു, ആ ചോദ്യത്തിന് ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം അംഗീകരിക്കുന്നുണ്ടോ തിരസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സമുദായത്തിനൊക്കെ അത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അല്ല, ഇബ്നു തൈമിയ്യന്റെ അപ്പൊ അതല്ല വിടാ. നിങ്ങളും ഭ്രാന്തരാന്ന് പറയുന്നത് ഭ്രാന്തരായൊന്നും വേണ്ട. ഇബ്നു തൈമിയ്യ നിങ്ങൾ ചോദിച്ച വിഷയത്തിന് ഞാൻ മറുപടി പറഞ്ഞതിനെ പറ്റി എന്താ പറയാതെ ചോദിക്കുന്നത്? ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് നിങ്ങൾ ചെയ്യുന്നതിനുള്ള തെളിവുണ്ടോന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഖുർആൻ ആയത്തിനെതിരാണ്. നബിയോട് അല്ല, ഖുർആന് ഭ്രാന്തൻ എന്നല്ല ഇറക്കിയ നിങ്ങൾ സംഭവം ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ സംഭവം നിങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല. അതെന്താ പറഞ്ഞേ? സംഭവം ഉണ്ടോന്ന് ചോദിച്ചു. രാമായണൊന്നും വായിച്ചില്ല, ഖുർആനിലെ തെളിവ് വയ്ക്കുന്നത്. രാമായണത്തിന്റെ നിങ്ങൾ സംഭവം ഉണ്ടോന്ന് ചോദിച്ചു. ദൂരത്ത് നിന്ന് സഹായം ചോദിച്ചതിന് അല്ല, നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് പോലത്തെ ഉദാഹരണം, പോലത്തെ വിശ്വാസം, അതായത് പരിധിയില്ലാതെ സഹായം ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തുണ്ടായതിനൊരു സംഭവം ചോദിച്ചു. അതിന് മൈമൂന റളിയല്ലാഹു അൻഹായുടെ ലബ്ബൈക്കും ലബ്ബൈക്കും എന്ന് പറയുന്ന സംഭവം ഞാൻ വളരെ വ്യക്തമായി കൊണ്ടിവിടെ പറഞ്ഞു. ആ പറഞ്ഞതിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അത് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ ഒന്ന് പറയാം.
അതിനെ പറ്റിയാ പറഞ്ഞത്. നിങ്ങൾ ഇബ്നു തൈമിയയെ പറ്റി എല്ലാം നേതാവെന്ന് പറയുകയും അവരെ അതിനെ പറ്റി അറിയുന്നവർ പറഞ്ഞത് കേൾക്കുക. പറയുന്ന കേൾക്കുക. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങൾക്കും തെളിവുണ്ട്. മറഞ്ഞ കാര്യമാവട്ടെ അല്ലാത്ത കാര്യമാവട്ടെ അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയിക്കും എന്നുള്ളതിന് ഡസൻ കണക്കിന് തെളിവുണ്ട്. അല്ലാതെ അറിയും എന്ന് സുന്നികൾക്കോട്ട് വാദവും ഇല്ല എന്ന് സഹോദരനെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴാണ് അറിയുക എന്ന വാദമാണ് സുന്നികൾക്കുള്ളത്. അള്ളാഹു അറിയിച്ചു കൊടുക്കാത്തൊരു വിവരം ഉണ്ട് എന്ന വാദം ഇല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അനുവദിക്കപ്പെട്ട സമയം 9 മണിയായപ്പോൾ ഇപ്പോൾ ഏകദേശം 11 അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയം വരെ ഇഷ്ടം പോലെ ചോദിക്കാനും അതിന് മറുപടി പറയാനും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇവിടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തിന്റെ പേരിലാണ്? ആളുകളുടെ ഇടയിൽ പേരെടുക്കാനോ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയോ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ അല്ല. നേരെ മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും ഈ സമുദായത്തിൽ വെട്ടിമുറിക്കപ്പെട്ടുകൊണ്ട് ചിത്രീകരിക്കുന്ന ഹീനമായ ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ജാഗരൂകരാവല് സുന്നത്ത് ജമാഅത്തിന്റെ കടമയാണ് എന്നതിന്റെ ഒരൊറ്റ കാരണത്താലാണ് ഇതുപോലെയുള്ള വേദി സംഘടിപ്പിക്കുന്നത്. ഈ വേദി സംഘടിപ്പിക്കാൻ ലോകാടിസ്ഥാനത്തിൽ കഴിയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവുമുള്ള ആണത്തമുള്ള കുട്ടികൾക്ക് മാത്രമാണ്. അത് പറയാനും പ്രചരിപ്പിക്കാനും കഴിയുന്ന ആയിരക്കണക്കിന് സഖാഫിമാര് കേരളക്കരയിലെന്നല്ല ഇന്ത്യ രാജ്യത്തെന്നല്ല ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യനായ നേതാവ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം എ.പി. ഉസ്താദ് ഒരുപാട് മക്കളെ വളർത്തിയെടുത്തിട്ടുണ്ട്. ആരുടെ മുമ്പിലും എത്രയും ആശയവും ആചാരവും അനുഷ്ഠാനവും കർമ്മവും സമർപ്പിക്കാൻ കഴിയുന്നൊരു നേതൃനിര തന്നെയുണ്ട്. ഇതുപോലെ സമർപ്പിക്കാനോ ഇതുപോലെ സമുദായത്തിന്റെ മുമ്പിൽ തുറന്നുകൊണ്ട് സംവിധാനിക്കാനും കഴിയുന്ന ഒരു വിഭാഗം ഇന്ന് നോൺ സുന്നികളുടെ കൂട്ടത്തില് അവാന്തര വിഭാഗങ്ങളുടെ കൂട്ടത്തില് ഇല്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവാനും പോകുന്നില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.